2 ദിവസായിട്ട് ഞാൻ എൻ്റെ പെരേക്ക് നിക്കാൻ വന്നതാണ് ട്ടോ. അപ്പൊ എൻ്റെ ഉമ്മ രണ്ടാമത്തെ ഏട്ടത്തിന്റെ വയറ് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്നോട് ഇജ്ജ് പോരണെങ്കി പോരേന്ന് പറഞ്ഞ് പെട്ടെന്നുണ്ടായ പോക്കാണ് ട്ടോ. അപ്പൊ പിന്നെ ഞാനും വണ്ടി കേറിക്കൂടി. അല്ലുമോനും ഉണ്ട് അസാനും ഉണ്ട് ട്ടോ. ആദ്യം കോട്ടൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ആദ്യം കേറിയ കടീന്ന് ഇമ്മാക്ക് വേണ്ടത്ര സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ സാധനങ്ങൾ ഇമ്മ അവിടുന്ന് എടുത്തു ട്ടോ. അതിന്റെ ഇടയിൽ അല്ലുമോനും അസാനും ഓർക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ പഴയ മോഡൽ മുട്ടായിയൊക്കെ ഞാൻ അവിടെ കണ്ടു. പക്ഷെ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല ട്ടോ. എനിക്ക് അതിനോടൊന്നും വലിയൊരു താല്പര്യം തോന്നിയില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചു. പിന്നെ ഇവിടുന്ന് തന്നെ ഫ്രൂട്ട്സും വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ഉമ്മ. ഇതിനിടയിൽ അല്ലുമോൻ ആ മുട്ടായിക്ക് വാശി പിടിക്കുകയാണ്. പക്ഷെ ഞാൻ അതൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. ഓവർ മധുരം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോൾ ഓർക്ക് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഉമ്മാനോട് പറഞ്ഞു നിങ്ങളും മേടിച്ചോളൂ ഞാൻ വണ്ടിയിലുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ അടുത്ത ബേക്കറിയിൽ കയറി. അവിടെ കയറിയപ്പോൾ ഇവർ ഭയങ്കര അടിയിട്ട. അപ്പോൾ അസാനുവിന് ഇൻ്റെ അടുത്ത് നിന്നൊരു അടി കിട്ടി. ആ ദേഷ്യം ഓനിതാ ആ സാമന്തനോട് അങ്ങോട്ട് തീർത്തു. ഓളെ മൂന്തക്കും എങ്ങണ്ടൊക്കെ കണ്ണിനൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ വേറെ സാധനം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോത്തിന് ഇന്റെ അസാനു ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയ ആ പഴക്കൊലമ്മന്ന് ഒരു പഴം ഓനങ്ങട് എടുത്ത് തിന്നു ട്ടോ. അങ്ങനെ പിന്നെ ഏട്ടത്തിന്റെ പെരേലെത്തി. ഒരു ചായയും ജ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച്. അതൊന്നും അല്ലുമോനും അസാനും അതൊന്നും കുടിച്ചിട്ടില്ല ട്ടോ. പിന്നെ അവിടുന്ന് തിരിച്ച് പോന്നപ്പോത്തിന് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അസാനുവിന് പോരാൻ തീരെയും താല്പര്യമില്ല. ഇന്നെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞ് വണ്ടീന്ന് നെലോളിച്ചാണ് ട്ടോ. അപ്പോഴും ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ ഇന്ന് ഉമ്മാന്റെ പെരേൽ ചെറിയൊരു പരിപാടി ഉണ്ട്. എൻ്റെ അമ്മോന്റെ മോന് ദുബായിക്ക് പോവാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോത്തിന് മൗലൂദും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈ ഒരു സാധനം ഓര് തന്നു ട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടായില്ല. ആർക്കും ഇഷ്ടായില്ല. അസാനുവിനും ഇഷ്ടായില്ല. എന്തോ പോലെ ഒരു ടേസ്റ്റ് ട്ടാ. പിന്നെന്താ പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അതാ ആ ബ്രൗൺ ടീഷർട്ട് ഇട്ട ആളാണ് എൻ്റെ അമ്മോന്റെ മോന്. ഓൻക്ക് വീഡിയോന്റെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഓൻ കാണാതെ കുറച്ച് വീഡിയോസൊക്കെ ഓൻ അങ്ങനെ എടുത്തു. പിന്നെ അതിൻ്റെ ബെസ്റ്റിയാണ് ട്ടോ. എൻ്റെ അമ്മോന്റെ മോളാണ്. ഭയങ്കര ബെസ്റ്റിയാണ് എൻ്റെ. അങ്ങനെ ബിരിയാണീൻ്റെ ചെമ്പ് ദാ ഓപ്പൺ ആക്കുകയാണ്. ഈ ഒരു സംഭവം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലേ. ആ മസാല കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് പൊട്ടിക്കുന്ന ടൈമിൽ അവിടെ ഒന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര മണമായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഞാൻ എന്താക്കിയെന്നറിയോ അല്ലുമോനും അസാനുവിനും അങ്ങോട്ട് ചോറ് കൊടുത്തു. എന്നാലേ ഞമ്മക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ നാളക്കത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുലേര് പോയി. അതിൻ്റെ ഇടയിൽ ഞാനും ചോറ് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പിന്നെ അത്ര തന്നെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.